നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. വർത്തമാന രാഷ്ട്രീയത്തിൻ്റെ ജീർണതകളെക്കുറിച്ച് എം ടി വാസുദേവൻ നായർ നടത്തിയ പരാമർശം വലിയ വിവാദമായി തുടരുകയാണ്. ഈ പരാമർശം ആർക്കു നേരെയാണ് എന്നതാണ് പൊതുവെ ചർച്ചയാകുന്നത്. ഒരു നേതാവ് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരിക്കണം എന്ന് ശ്രീ എം ടി വാസുദേവൻ നായർ മലയാളി സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നു. കാലത്തിൻ്റെ ആവശ്യം അധികാരത്തിലുള്ളവർ ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. സ്വാതന്ത്ര്യം ആരെങ്കിലും നൽകുന്ന ഔദാര്യമല്ല എന്ന് അടിവരയിടുന്നു എം ടി വാസുദേവൻ നായർ. എം ടി വാസുദേവൻ നായരുടെ വിമർശനം ആർക്കാണ് കൊള്ളുന്നത്? ഈ വിഷയമാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ ആലത്തൂരിൽ നിന്ന് ശ്രീ മോഹൻദാസ് ആണ്. ശ്രീ മോഹൻദാസ്, എം ടി വാസുദേവൻ നായർ അദ്ദേഹം EMS നടത്തിയ പ്രവർത്തനങ്ങളെയൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് തൻ്റെ വിമർശനം അഴിച്ചുവിടുന്നത്. ആർക്ക് കൊണ്ടു എന്ന് വേണം കരുതാൻ? അദ്ദേഹത്തിന്റെ നാട്ടുകാരനായിട്ട് ജനിക്കാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. പാലക്കാട്ടുകാരൻ, കൂടല്ലൂര്, വിക്ടോറിയ കോളേജ്, ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സമുദായം, ഞാനൊരു നായരാണ്, അദ്ദേഹത്തിന്റെ സമുദായത്തിന് ഉള്ള ജീർണതകളെ പറ്റിയിട്ട് എഴുതിയ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, സാറും വായിച്ചിട്ടുണ്ടാവും. നാലുകെട്ട്, ഓക്കോള്, ഇരുട്ടിന്റെ ആത്മാവ്, ഇതിലൊക്കെ തീക്ഷ്ണമായ വലിയ ക്യാൻവാസിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ സംസാരിക്കുമ്പോൾ എപ്പോഴും അദ്ദേഹം ഒരു ഹിന്ദിയിലൊരു ചൊല്ലുണ്ട്, ഗാഗർ മേ സാഗർ ബർദേന എന്നുള്ളൊരു ചൊല്ലുണ്ട്. ഉള്ളം കയ്യിൽ സമുദ്രത്തിന് നടക്കുകയാണ്. അതേപോലുള്ള വാക്കാണ് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഞാൻ പറയുന്നത്, അദ്ദേഹം EMS തുടങ്ങിയിട്ട് EMS അവസാനിപ്പിച്ചു. ഇത് എന്നെ കണ്ട കിണ്ണം കെട്ടണമെന്ന് തോന്നുന്നതിന് ഇവർക്ക് തോന്നുന്നത്. അപ്പൊ ഇവരിലൊരു കുറ്റബോധമില്ല. എല്ലാവരെ പറ്റി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇവരെ പ്രത്യേകിച്ച് ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, എന്തൊരു ഈ ജനാധിപത്യത്തിനെ കുഴിച്ചുമൂടുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ NS മാധവൻ സാറ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഒരു വീടില്ലാത്ത ആൾക്കാരാ. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ നമ്മുടെ എന്താ പറയാ ബ്രെയിൻ ഫോഗ് എന്ന ചിത്രത്തിലേക്ക് എത്തിക്കുകയാണ് ഇവരൊക്കെ. കഷ്ടം തന്നെയാണ് കാര്യങ്ങളൊക്കെ. അത് വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വിനീഷ് എന്നൊരു പ്രേക്ഷകൻ എറണാകുളത്ത് നിന്ന് വിനീഷിന് എന്ത് തോന്നുന്നു? എം ടി വാസുദേവൻ നായർ എന്താണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക? എന്റെ പേര് ദിനേശാണ്. ബിനേഷ് എന്ത് ചെയ്യുന്നു? ബിനേഷ് അത് മുമ്പിൽ ഇരുത്തി തന്നെ പറഞ്ഞതില് കറക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ കിടപ്പ് രോഗിയാണ്. ഞാൻ അത് കംപ്ലീറ്റ് കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്നതില് അങ്ങേര് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പേര് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ പിണറായി വിജയന്റെ. ഇപ്പൊ സാഹചര്യത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങേര് പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെയാണ് മോദിയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തിലേക്ക് പോകുന്നത്? അത് വരുന്നില്ലല്ലോ. ഏതായാലും വിനേഷിന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. തമ്പി എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ തമ്പി, താങ്കൾ എങ്ങനെ കരുതുന്നു ഈ വാക്കുകളെ? അതായത് പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ചല്ല പറയുന്നത്. പുള്ളി ഇറങ്ങി പോകുമ്പോ തിരിച്ചത് പറഞ്ഞിട്ടും പോയി. പുള്ളി അത് വ്യക്തമാക്കിയിട്ടാണ് പോയത് എം ടി വാസുദേവൻ നായർ. അത് മറ്റുള്ളവർ രാഷ്ട്രീയക്കാർ അതിനെ കൊത്തിപ്പോക്കി BJPന്നെയും പറയാം, സർക്കാരിനെ പറഞ്ഞുകൂടെ? എത്ര കോടി രൂപയ്ക്ക് ഇവിടെ ജനങ്ങൾ പട്ടിണി കിടക്കുന്നത്. രാമന് ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നവൻ, രാമന് ക്ഷേത്രം ചെറുതായ എന്തെങ്കിലും കുഴപ്പമുണ്ടാ? നമ്മൾ അങ്ങനെ ഒരു രാജ്യം നടത്തുന്ന നീക്കങ്ങളെ അധിക്ഷേപിക്കാൻ പാടില്ല എന്നതാണ് എന്റെ ഒരു നിലപാട്. അത് കോടതിയുടെ അത് കോടതിയുടെ നമുക്ക് എവിടെയെങ്കിലും പറയാൻ അവസരം കിട്ടിയാലേ പറയാൻ പറ്റും. നമുക്ക് അവസരമില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ നാടിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ അങ്ങനെ രൂപയ്ക്ക് ക്ഷേത്രം പണിഞ്ഞെങ്കിലേ ഇത് അല്ല, അത് കോടതി ക്ഷേത്രം പണിയാനൊക്കെ ആളുകൾക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെ പള്ളി പണിയാനും ആളുകൾക്ക് അവകാശമുണ്ട്. കോടതി വിധിയാണ് നമ്മളിവിടെ മാനിക്കേണ്ടത്. കോടതി എന്ത് പറയുന്നു അതനുസരിക്കാൻ എല്ലാ ഇന്ത്യക്കാരനും ബാധ്യസ്ഥനാണ്. പക്ഷേ ഇവിടെ എം ടി വാസുദേവൻ നായർ ഉന്നയിച്ച ആക്ഷേപം അതല്ല.
ഇത് അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറിക്കഴിഞ്ഞു. ജനസേവനത്തിനുള്ള അവസരമാണെന്ന സിദ്ധാന്തത്തെ നാം കുഴിച്ചുമൂടിയെന്ന രൂക്ഷമായ അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അത് ഒരു വ്യക്തിക്ക് നേരെയാണോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് നേരെയാണോ എന്നതിനപ്പുറത്തേക്ക് അത് കുറെ കൂടി മാനങ്ങളുള്ള ഒരു വിമർശനമാണ് എന്നാണ് എനിക്ക് കരുതാനുള്ളത്. രാമന് ക്ഷേത്രമില്ല, അതൊക്കെ കുഴിച്ചുമൂടണ്ടാണ്. നിങ്ങൾക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ കുഴിച്ചുമൂടലല്ല നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ കാര്യം. പൊതുവേദി പോലെ ഒരു സ്ഥലത്ത് അല്ല, നിങ്ങൾക്കൊരു ക്ഷേത്രത്തെ അധിക്ഷേപിക്കാനോ നിങ്ങൾക്കൊരു പള്ളി അധിക്ഷേപിക്കാനോ ഇതുപോലൊരു പരിപാടി ദയവായി തിരഞ്ഞെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് ആളുകൾക്ക് ക്ഷേത്രം നിർമ്മിക്കാനൊക്കെ അവകാശമുണ്ട്, അത് നിയമപരമായി അവർ ചെയ്യുന്നുണ്ടാവും. അതിൽ ചിലർ അവരുടെ ക്ഷണം നൽകിയപ്പോൾ അത് നിരസിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവർക്ക് അവരുടെ ജനാധിപത്യ രീതിയിൽ ചെയ്യാം. ആളുകളെ അധിക്ഷേപിക്കുന്നതിലൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനത്തെ അധിക്ഷേപിക്കുന്നതിലും ഒന്നും ഒരു കാര്യമില്ല. മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. അടുത്തത് ഉണ്ണികൃഷ്ണൻ കൊല്ലത്ത് നിന്ന് ചേരുന്നു. ശ്രീ ഉണ്ണികൃഷ്ണന് എന്തു തോന്നുന്നു? MT വാസുദേവൻ നായരുടെ വിമർശനം എത്ര ആഴമേറിയതാണ്? അത് എല്ലാ പാർട്ടികളെയും ബേസ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ള ഇത്തരത്തിലുള്ള വ്യക്തികളെ പൂജിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് എല്ലാ പാർട്ടികളിലും. അതിപ്പം ഈ 3 പാർട്ടികളും തങ്ങളിൽ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അവർക്ക് 3 പേർക്കും 3 വോട്ടർക്കും ഒരു വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് ആരെയാണ് പറഞ്ഞത്. പിന്നെ ഇന്നലെ ആ വേദി തെരഞ്ഞെടുത്തപ്പം അദ്ദേഹത്തിന് സൗകര്യമായി കിട്ടിയ വേദിയാണ്. പിന്നെ ഇതിൽ 1ാം സ്ഥാനക്കാരനായിട്ട് ഈ ഇവിടുത്തെ മുഖ്യമന്ത്രിയെത്തന്നെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണത്തിനെ തന്നെ ഉദ്ദേശിച്ചത്. കാരണം ഇവിടെ തന്നെയാണ് ആദ്യം തിരുത്തേണ്ടത്. വളരെ വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരാനുണ്ട്. ശ്രീ ദാസൻ, MT വാസുദേവൻ നായർ പറഞ്ഞത് ചരിത്രപരമായ ഒരു ആവശ്യത്തെക്കുറിച്ച് താൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാക്കിയാണ് അദ്ദേഹം ഒരു വിമർശനം നടത്തുന്നത്. ശ്രീ ദാസൻ ഈ വിമർശനത്തെ എങ്ങനെ വിലയിരുത്തും? ഞാൻ മനസ്സിലാക്കുന്നത് 100% പിണറായി വിജയനെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ്. കാരണം ഒരു ഭരണാധികാരി, ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ഏത് രീതിയിലാണ് പോകേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ആ വാക്കിലുണ്ട്. ഈ മുഖ്യമന്ത്രിയെ പറ്റി നമ്മുടെ നാട്ടിൽ നോക്കുക, കുറെ ആളുകൾ ഇയാൾക്ക് പുതുപാടിൽ മാത്രമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയല്ലേ, ഒരു അധികാരം മറ്റു തലക്ക് പിടിച്ച ഒരാള് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്. ആ മനുഷ്യന്റെ വീട്ടില് ഒരു കാലിത്തൊഴുത്ത് ലോകത്ത് എവിടെയെങ്കിലും 42 ലക്ഷം ഒരു കാലിത്തൊഴുത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു വീട്ടില് AC ഉണ്ടാക്കാൻ വേണ്ടി 25 ലക്ഷം, ക്യാമറ വെക്കാൻ 10 ലക്ഷം, ഇത് ഇപ്പം പറഞ്ഞിട്ട് 3,75,000 മുടക്കിയിട്ടാണ് ഒരു ഈ ചാണകക്കുഴി, ഒരു ചാണകക്കുഴി ഉണ്ടാക്കുന്നത്. ഇത്രയും ആർഭാടം. എന്നിട്ട് പിന്നെയും കുറെ ആളുകൾ ഇപ്പൊ ഇത് കമ്മ്യൂണിസ്റ്റ്, ഞാൻ പറഞ്ഞത് ഈ കാലഘട്ടപ്പെട്ട തത്വശാസ്ത്ര കമ്മ്യൂണിസം. ഞാനൊക്കെ ഈ പണ്ട് നമ്മളെ വേണു നിർദ്ദേശപ്രകാരം ഈ ഭക്ഷണത്തിന് ഇടിമുഴക്കത്തിന് വേണ്ടി കാതോർത്ത ആളാണ്. പക്ഷെ ഇതൊക്കെ വെറും പൊട്ടത്തിലാണ് ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഈ കമ്മ്യൂണിസ്റ്റ് ആശയം ലോകത്ത് മുഴുവൻ ഏകാധിപത്യം, അവസാനം ഏകാധിപത്യമാണ് ഉണ്ടാവുക. ഈ പിണറായി വിജയന്റെ ഏകാധിപത്യമാണ് കേരളത്തിൽ നടക്കുന്നത്. ആർക്കും ധൈര്യമില്ല പറയാൻ, എല്ലാവരും പേടിച്ച് നിൽക്കും. അവര് മനുഷ്യരാണ്. എന്തൊരു അവസ്ഥയായത്! ഭയങ്കര ഭയാനകം, ഒന്നും പറയാനില്ല അപ്പുറം. ശരി, ഏതായാലും വളരെ വ്യക്തമാണ്. ഡോക്ടർ വേണുഗോപാൽ എന്നൊരു പ്രേക്ഷകൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ വേണുഗോപാലിന് എന്തു തോന്നുന്നു? ഈ ഭരണകൂടം നൽകുന്ന ഔദാര്യമല്ല സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു വെക്കുകയാണ് MT വാസുദേവൻ നായർ. ഗുഡ് ഈവനിങ് സാറേ. ഗുഡ് ഈവനിങ് ഡോക്ടർ വേണുഗോപാൽ. ലോകത്തുള്ള എല്ലാവരും ആരാധിക്കുന്ന മനസ്സാണ് MT. അദ്ദേഹം പറഞ്ഞത് എന്താണ് സാർ തെറ്റ്? ഒരു തെറ്റുമില്ല. കാര്യം അദ്ദേഹം BJP-യോ CPM-നോ കോൺഗ്രസിനോ ആരും ആയിക്കോട്ടെ, ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അത് വ്യക്തമായി അവതരിപ്പിച്ചിരിക്കുക. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ജനങ്ങൾ ഇവിടെ ജീവിക്കാൻ കിടന്ന് പൊറുതിമുട്ടുമ്പോൾ ഇത്തരത്തിലുള്ള ആർഭാടങ്ങൾ ചെയ്യുമ്പോൾ ആരെ ഫലം ഇത് പറയാത്തെ? MT പറഞ്ഞത് 100% യോജിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഡോക്ടർ വേണുഗോപാൽ. പ്രസന്നൻ എന്നൊരു പ്രേക്ഷകൻ മാളയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രസന്നന് എന്ത് തോന്നുന്നു? MT-യുടെ വിമർശനം കൊണ്ടത് ആർക്കാണ്? സാറേ, ഈ MT വാസുദേവൻ നായർ അവരുടെ ഈ പ്രസ്താവന നമ്മുടെ സമൂഹത്തിൽ എല്ലാ തലത്തിലും എല്ലാ മേഖലകളിലും അതിന്റെ തീക്ഷ്ണമായ അമ്പുകൾ പറച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രം ജ്ഞാനപീഠം അവാർഡ് നൽകി ആദരിച്ച ധിഷണാശാലിയായ MT വാസുദേവൻ നായർ അവരുടെ പോലുള്ള ഒരു വ്യക്തി, 90 വയസ്സ് എത്തിയ ഒരു വ്യക്തി ഇതുപോലെ ഒരു വാചകം, ഇതുപോലെ ഒരു പ്രസംഗം സ്റ്റേജിൽ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില്, നമ്മുടെ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും അത് എന്താ പറയാ, ഒരു വെളിച്ചം, ഒരു ടോർച്ചടിക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളും, എല്ലാ മേഖലയിലുള്ളവരും, പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും എല്ലാ പക്ഷങ്ങളും വളരെയധികം ഗൗരവപൂർവ്വം ആ വിഷയം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.
വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജുക്കുട്ടി എന്നൊരു പ്രേക്ഷകൻ പുനലൂരിൽ നിന്ന് ചേരുന്നു. ശ്രീ രാജുക്കുട്ടി, ആൾക്കൂട്ടത്തെ പെട്ടെന്ന് ക്ഷോഭിപ്പിക്കാം എന്ന് MT പറയുന്നു, പടയാളികളാക്കാം, ആരാധകരാക്കാം, പക്ഷേ അവരെ ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമായി മാറ്റുക എന്നതാണ് ഭരണാധികാരികളുടെ കർത്തവ്യം എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. എങ്ങനെ തോന്നുന്നു ഈ വിമർശനത്തെ? നമസ്കാരം സാറേ. നമസ്കാരം. വളരെ വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. കൊള്ളണ്ടടുത്ത് തന്നെ കൊണ്ടു എന്നുള്ളതാണ്. ഇപ്പോഴെല്ലാവരും പ്രതികരിക്കുന്നു. മാധവൻ സാറാണെങ്കിൽ ഇപ്പം വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആർക്കാണ് കൊള്ളേണ്ടത് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ എഴുത്തുകാരൻ ഇത്രയും ആർജവത്തോടെ സംസാരിക്കാൻ ഈ പ്രായത്തിലും അദ്ദേഹത്തിന് കഴിവുണ്ടായതിൽ വളരെ ആശംസിക്കുന്നു. അതിൽ ആർക്കാണ് കൊള്ളേണ്ടതെന്ന് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ കൊള്ളേണ്ടടുത്ത് കൊണ്ടു. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാധാകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ എറണാകുളത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, അധികാര വികേന്ദ്രീകരണത്തിലൂടെ സമൂഹത്തിന്റെ പങ്കാളിത്തത്തെ പറ്റി ചിന്തിക്കുമ്പോഴും EMS കേരളത്തെയും മലയാളികളുടെ മാതൃഭൂമിയെയും സമഗ്രമായി ഉൾക്കൊണ്ടിരുന്നു. അങ്ങനെ EMSനെ പരാമർശിക്കുന്നു, അദ്ദേഹം കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായിരുന്നു എന്ന്. അങ്ങനെയുള്ളൊരു നേതാവാകാൻ മറ്റുള്ളവരെ ഉദ്ഘോഷിക്കുകയാണ് MT. നമുക്ക് അങ്ങനെയുള്ള നേതാക്കൾ നഷ്ടമായി എന്നാണോ MT പറഞ്ഞു വെക്കുന്നത്? ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. പക്ഷേ പൊതുജനങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞ ഒരു വ്യക്തിയാണ് MD. സാധാരണക്കാരന് പറയേണ്ടത് എന്തായിരുന്നു അതാണ് അദ്ദേഹം തുറന്ന ആ വേദിയിൽ പറഞ്ഞത്. അത് ആർക്ക് കൊണ്ടില്ല എന്നുള്ളതല്ല, അത് സാധാരണക്കാരന്റെ മനസ്സിൽ ഇത്രമാത്രം വേദന ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതാണ് എന്റെ അഭിപ്രായം. പൊതുജനത്തിന് പറയേണ്ടിയിരുന്നത് അത് MD പറഞ്ഞു എന്ന് മാത്രമേ എനിക്ക് അങ്ങോട്ട് സൂചിപ്പിക്കാൻ. താങ്ക് യു. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പേര് പറയാമോ? രതീഷ് കോട്ടയത്ത് എവിടെ നിന്ന് വിളിക്കുന്നു? കോട്ടയം കുമ്മനം. ശ്രീ രതീഷിന് എന്തു തോന്നുന്നു? അടിച്ചമർത്തലുകളിൽ നിന്ന് മോചനം വെമ്പുന്ന ഒരു ജനക്കൂട്ടത്തിന്, ഒരു സമൂഹത്തിന് ലക്ഷ്യം നൽകുന്ന ഒരു നേതാവ്, പുതിയ കർമ്മപദങ്ങളിലേക്ക് ആളുകളെ നയിക്കാൻ, പുതിയ ചക്രവാളങ്ങളിലേക്ക് വീക്ഷണം അയച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നു MT. നമുക്കങ്ങനെ നേതാക്കളില്ലേ? ഇത് കൃത്യമായി തുറന്നൊരു അഭിപ്രായമാണ്. പേരെടുത്ത് പറയാൻ അദ്ദേഹത്തിന് സാധിക്കത്തില്ല. അദ്ദേഹം അതുകൊണ്ട് തന്നെ കറക്റ്റായ അർത്ഥത്തിൽ തന്നെയാണ് ഇത് കറക്റ്റായ വീക്ഷണത്തോടു കൂടി തന്നെയാണ് ഇതിനെ വിശദീകരിച്ചിരിക്കുന്നത്. DYFI പോലുള്ള സംഘടനകൾ ഒരു കുടക്കീഴിൽ നമുക്ക് എന്തും ചർച്ച ചെയ്യാന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ആ കുടക്കീഴിൽ അദ്ദേഹം ഒരു തിരുത്തലിന് ആവശ്യത്തിന് വേണ്ട ഒരു കാഴ്ചപ്പാടാണ് തുറന്നു കാണിച്ചിരിക്കുന്നത്. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ ദീപു എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദീപു, MTയുടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരു ആവശ്യകതയായി മാറുന്നു നേതാവ്. അതായിരുന്നു EMS. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്ന പ്രത്യാശയാണ് MT വാസുദേവൻ നായർ മുന്നോട്ട് വെക്കുന്നത്. ആ പ്രത്യാശ എന്തുകൊണ്ട് MT അങ്ങനെ പറയേണ്ടി വന്നു? അല്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അദ്ദേഹം ഈ സംസാരിച്ചു കഴിഞ്ഞ് മാധ്യമങ്ങൾ ഇത് പറഞ്ഞത് പിണറായിക്കെതിരെ പറഞ്ഞതാണ് എന്ന് പറയുന്ന ലെവലിലാണ് വന്നത്. അല്ലാതെ പിണറായിയുടെ പാർട്ടിയോ ഇത് എന്റെ പുറത്താണ് എന്ന് പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഈ MT തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാൻ സർക്കാരിനെയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പിണറായി വിജയനെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ഇത് പറഞ്ഞത്, പൊതുവായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞതായിട്ട് സുധീർ പറയുന്നുണ്ട്. നേരത്തെ മനു തന്നെ പറഞ്ഞു, ഈ നേതാവ് എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യമല്ല സ്വാതന്ത്ര്യം, എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യത്തൊട്ടല്ല സ്വാതന്ത്ര്യം എന്ന് അദ്ദേഹം ഇത് 2003
തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന് പറഞ്ഞ് എഴുതിയ അതേ വാചകങ്ങൾ തന്നെയാണ് ഇവിടെ വായിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പിണറായിക്ക് ഇത് വായിക്കാം എന്ന് പറഞ്ഞ് ഇന്നലെ ഇരുന്ന് എഴുതിയതല്ല, അന്നേ എഴുതിയതാണ്. അന്നേ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ EMS ബാക്കിയുള്ളവരും എല്ലാം ബാധകമാകുന്ന അത് EMS-നെ കോട്ടിയെന്ന് പറഞ്ഞാൽ അത്ര മഹാനായ ഒരു മനുഷ്യനായതുകൊണ്ടാണ് EMS-നെ കോട്ടിയെന്ന്. ഈ ഭരണാധികാരി എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യത്തുണ്ടല്ല സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഈ ഭരണാധികാരി എല്ലാവരുടെയും ഉണ്ട്. നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിന്റെ മേലധികാരി ഭരണാധികാരിയാണ്, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഹെഡ് ഭരണാധികാരിയാണ്. അവിടെ സ്വാതന്ത്ര്യം ഇല്ലെങ്കിലുമാണ്. അതേപോലെ ഈ പിണറായി വിജയനെ കുറിച്ചാണെന്ന് പറഞ്ഞു, വാസ്തുശില്പി 1, 2, 3 നല്ല വീടുകൾ പണിത് കഴിഞ്ഞാൽ ശേഷിച്ച ജീവിതകാലം തിയേറ്റർ പരിസരത്ത് ചുറ്റിക്കഴിയുന്നു. ഏതാണ് ആർക്കിടെക്ട് പിണറായിയെ കുറിച്ചാണ് പറയുന്നത്. ഡോക്ടർ പ്രാക്ടീസ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ സയൻസുമായി ബന്ധം വിടർത്തുന്നു. ഡോക്ടർ പിണറായിയെ കുറിച്ചാണ് പറയുന്നത്. സ്വന്തം ജോലിയുടെ പ്രാധാന്യത്തെ പറ്റി ബോധമുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയും ഞാൻ കണ്ടില്ല. ഗവൺമെന്റ് സർവന്റ് പിണറായിയെ കുറിച്ചാണ് പറയുന്നത്. വിജയകരമായ ഡിഫൻസ് നടത്തി പ്രശസ്തനായി കഴിഞ്ഞാൽ പിന്നെ സത്യത്തെ ഡിഫൻസ് ചെയ്യാനുള്ള മനസ്ഥിതിയില്ല അഭിഭാഷകൻ അഡ്വക്കേറ്റ് പിണറായിയെ കുറിച്ചാണ് പറയുന്നത്. ഇതെല്ലാം പിണറായിയെ കുറിച്ച് മാത്രമാണ് പറയുന്നതെന്നേ. അതുപോലെ പറയാണ് വ്യവസായം, സംസ്കാരം, ശാസ്ത്രം എന്നീ മേഖലകളുടെ പ്രവർത്തനങ്ങളെ അമിതാധികാരമുള്ള മാനേജ്മെന്റുകളെ ഏൽപ്പിക്കുമ്പോൾ അപജയത്തിന്റെ തുടക്കം കുറിക്കുമെന്ന് അദ്ദേഹം അഭയ സൂചന നൽകി. ആരാണ് ഇത് നൽകുന്നത്? വ്യവസായത്തിന് അദാനിക്കും അംബാനിക്കും എഴുതി കൊടുക്കുന്നത് ആരാണ്? ഇവിടെ സംസ്കാരത്തെ ഇല്ലാതാക്കാനുള്ള ബുൾബുൾ പക്ഷിയുടെ മേളിൽ സവർക്കർ കയറി കറങ്ങി നടന്നു എന്ന് എഴുതി കൊടുക്കുന്നത് ആരാണ്? ശാസ്ത്രത്തെ, നമ്മുടെ ഗണപതിയുടെ മുഖം, അതുപോലെ പുഷ്പക്ക്, ഇതൊക്കെ ആരാണ് ആക്കുന്നത്? പിന്നെ പാർലമെന്റിൽ കയറുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റിൽ പിണറായി ആണല്ലോ അവിടെ ഇരിക്കുന്നത്. അപ്പൊ പിണറായിയെ കുറിച്ച് മൊത്തം 2003 അപ്പോഴേ എഴുതി വെച്ചതാണ് ഇതിനെല്ലാം പറയാനായിട്ട്. ഇത് എല്ലാവർക്കും വ്യാഖ്യാനിക്കാം, എനിക്ക് വ്യാഖ്യാനിക്കാം. എന്റെ വീട്ടിൽ ഞാനാണോ എന്റെ ഭാര്യയാണോ ഭരണാധികാരി, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കുറിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഞങ്ങളുടെ മക്കളെ കുറിച്ച് പറയാം, നിങ്ങളുടെ ഓഫീസിൽ പറയാം. അങ്ങനെ എല്ലാവർക്കും തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യം. അതിനകത്ത് പിണറായി വിജയനും തിരിഞ്ഞു നോക്കാനാണെങ്കിൽ അദ്ദേഹം നോക്കട്ടെ. അദ്ദേഹം പറഞ്ഞോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആൽപ്പിച്ചു കൊടുത്തിട്ട് ഇത് പിണറായി തലേ പൂട തപ്പി കണ്ടുപിടിച്ച നിങ്ങളല്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു കൊടുത്ത് ഇത് പിണറായിയെ കുറിച്ചാണ്, പിണറായിയെ കുറിച്ച് മാത്രമാണ്. അങ്ങനെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. പിണറായി ഇരുന്ന വേദിയിൽ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അതിന് നിങ്ങൾ വായിച്ചെടുത്തു. അത് പിണറായി ഇരിപ്പുണ്ട്. സച്ചിദാനന്ദൻ എന്തിന്റെ ഹെഡാണ്? സച്ചിദാനന്ദൻ എന്തിന്റെ ഹെഡാണ്? എമ്മുദൻ ഇരിപ്പുണ്ട്, ശാരദക്കുട്ടി ഇരിപ്പുണ്ട്. ഇവരെല്ലാം പല കാര്യങ്ങളാണ്. അതുപോലെ മറ്റ് ആൾക്കാരില്ലേ? അപ്പൊ ഇവരൊക്കെ അവരവരുടെ ഭരണ. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. അല്ല, അത് ഞങ്ങൾ പറഞ്ഞതല്ല, പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. ഞാൻ മറ്റു പ്രേക്ഷകർ കാത്തു നിൽക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ വിമർശനമുണ്ട്, മറ്റെല്ലാവരും വിമർശിച്ചാണ്. അത് കൊടുക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഏതായാലും പിണറായി വേദിയിലിരുത്തിയാണ് ഈ രാഷ്ട്രീയപരമായ ഒരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവരൊന്നും രാഷ്ട്രീയക്കാരല്ല എന്നതിരിക്കുമ്പോൾ തന്നെ പിണറായി വിജയന് മുന്നിൽ EMS-നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ അതിൽ നിന്ന് തിരിഞ്ഞു നോക്കാൻ എല്ലാവർക്കും ഉണ്ട് എന്ന അർത്ഥത്തിൽ മാത്രമേ മാധ്യമങ്ങൾ അതിനെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ പിണറായി വിജയൻ എന്നെ അതെന്തോ ഈ MT തിരുത്തി എന്ന തരത്തിലേക്ക് വാർത്തകൾ കൊടുത്തതെന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും സമയപരിമിതി കൊണ്ടാണ് ദീപു. സൈഫുദ്ദീൻ എന്നൊരു പ്രേക്ഷകൻ എറണാകുളത്ത് നിന്ന് ചേരുന്നുണ്ട്. സൈഫുദ്ദീൻ എറണാകുളത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? എറണാകുളം കലൂർ. ആ നഗരത്തിൽ നിന്ന് തന്നെയാണ്. ശ്രീ സൈഫുദ്ദീന് എന്തു തോന്നുന്നു? MT തിരുത്താൻ ശ്രമിക്കുന്നത് ആരെയാണ്? MT എന്ന് പറഞ്ഞാൽ ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ നമ്മൾ വളരെയേറെ ബഹുമാനിച്ചേ പറ്റുള്ളൂ. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമല്ല, സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന വ്യക്തിയാണ്. പണ്ട് നോട്ട് നിരോധിച്ചപ്പോൾ നരേന്ദ്രമോദിയെ കുറിച്ചും അദ്ദേഹം അഭിപ്രായം പറഞ്ഞാണ്. തുഗ്ലക്ക് പരിഷ്കാരം എന്ന അയാൾ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതുപോലെ വ്യക്തമായ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഭരണാധികാരികൾ ഇന്ന് ചെയ്യുന്ന, ഇപ്പൊ പിണറായി വിജയനാണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയാണ് കൊടുത്തത്. ഇത് ശരിയല്ല, ഈ രണ്ടുപേരുടെ പോക്കും ശരിയല്ല എന്ന് പറഞ്ഞുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. പിണറായിയെ മാത്രമല്ല രണ്ടുപേരെ ഉൾക്കൊള്ളിച്ചാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ഏത് ഭരണാധികാരിയാണെങ്കിലും, ഏകാധിപത്യങ്ങളായ എല്ലാ ഭരണാധികാരികളും, ഹിറ്റ്ലറും മുസോളിനിയും എല്ലാവരും ഉദ്ദേശിച്ചാണ്. അവരുടെ കഥപ്പതനം നമ്മൾ കണ്ടതാണ്. അതുപോലെ ഭരണാധികാരികൾ ഏകാധിപത്യമായി മുന്നോട്ട് പോയാൽ അധപ്പതിക്കും എന്നുള്ള ഒരു ഉദ്ദേശമാണ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ നമ്മളെ അറിയിച്ചു. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീരഞ്ജൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എവിടെ നിന്ന് വിളിക്കുന്നു ശ്രീരഞ്ജൻ? ആറ്റിങ്ങൽ. ആഹാ. ശ്രീരഞ്ജന് എന്ത് തോന്നുന്നു? നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഈ സേവനം എന്ന കാര്യമൊക്കെ എന്നെ കുഴിച്ചു മൂടിയോ? അതെ, MT എന്ന് പറയുന്ന മഹാരഥനായ എഴുത്തുകാരൻ നമ്മുടെ കേരളത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന
മൂല്യച്യുതികളെയും അധികാര ദുർവ്യയത്തെയും കുറിച്ച് വളരെ വ്യക്തമായി തന്നെയാണ് ഇന്നലെ കോഴിക്കോട് KLF പറഞ്ഞത്. പക്ഷേ MT കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട് അധികാരം ദുർവ്യായം ചെയ്യുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത്. വളരെ വ്യക്തമാണ് ശ്രീരഞ്ജൻ. സമയം നമുക്കൊരു ചെറിയ ഇടവേള അനിവാര്യതും ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. പൊതുവേദിയിൽ ഒരു ഇടവേള. ഗോവിന്ദൻ മാസ്റ്റർ തള്ളി, അല്ലെങ്കിൽ അതിലെന്താണ് താൻ ഉദ്ദേശിച്ചതെന്നോ അല്ലെങ്കിൽ താൻ എന്തുദ്ദേശിച്ചില്ല എന്നോ വ്യക്തമാക്കിക്കൊണ്ടൊരു കുറിപ്പ് ഇതുവരെയും ഇറക്കിയിട്ടുമില്ല. എൽദോ, ശരി. ഈ മുഖ്യമന്ത്രി വേദിയിലിരിക്കെ MT പറഞ്ഞ പരാമർശങ്ങൾ അത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇപ്പോൾ എനി സുധീറിന്റെ വിശദീകരണം എന്താണ്? എൽദോ, KLFന്റെ കോഴിക്കോട്ടെ വേദിയിൽ ഇന്നലെ MT വാസുദേവനാൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉണ്ടായ നൂതന പ്രവണതകളെ കുറിച്ചുള്ള വിമർശനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നുമെതിരായ വിമർശനമെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ മറിച്ച് ഇത് BJP-യെ കുറിച്ചുള്ള MTയുടെ വിമർശനമെന്നാണ് ഇടതുകാവ് പറയുന്നത്. ഇത്തരത്തിൽ ഇരുവിഭാഗവും തങ്ങളെപ്പറ്റി എന്ന് വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ കാര്യത്തിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു മറുകുറിപ്പ് ഇറക്കി MT രംഗത്തെത്തിയിട്ടില്ല. ദേശാമാനിയും കൈരളിയും ഒക്കെ ഇത് സർക്കാരിനെതിരായ വിമർശനമല്ല എന്ന് MTയെ ഉദ്ധരിച്ച് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഒരു ഔദ്യോഗികമായ വിശദീകരണമോ കുറിപ്പോ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിനോട് അടുത്ത ബന്ധമുള്ളതും സാഹിത്യകാരനുമായ സുധീർ എന്നിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹം ഇങ്ങനെയാണ് കുറിപ്പിൽ പറയുന്നത്. ഇന്നലെ വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ നാളെ KLF ഉദ്ഘാടന വേദിയിൽ ചിലത് പറയുമെന്നും എല്ലാം വിശദമായി എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും MT പറഞ്ഞിരുന്നു. അതിത്രയും കനപ്പെട്ട ഒരു രാഷ്ട്രീയ വിമർശനമാകുമെന്ന് ഞാനും കരുതിയില്ല. ഇന്ന് വൈകിട്ട് കണ്ടപ്പോൾ ഞങ്ങൾ അതേപ്പറ്റി സംസാരിച്ചു. MT എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ വിമർശിക്കുകയായിരുന്നില്ല, ചില യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി, പറഞ്ഞു, അത്ര തന്നെ. അതാർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലത്. അതായത് MT തന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നു. താൻ വിമർശിക്കുകയല്ല, ചില യാഥാർത്ഥ്യം. പൊതുവേദി തുടരുകയാണ്. നമുക്കൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. റഹീസ് എന്നല്ലേ പേര് പറഞ്ഞത്? ജോസഫ് തൃപ്പൂണിത്തറയിൽ നിന്ന് ചേരുന്നു. ശ്രീ ജോസഫ്, നമസ്കാരം. നമസ്കാരം. ശ്രീ ജോസഫിന് എന്ത് തോന്നുന്നു? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ MTയുടെ ഈ പരാമർശത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഈ MTയുടെ പരാമർശനം ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളുടെ ഒരു പരാമർശനമാണ്. പിണറായി വിജയൻ എന്നൊരു വ്യക്തിയെ പറ്റി തന്നെയാണ് MT പറഞ്ഞത്. എന്നെ പോലെ എല്ലാവരുടെയും ഒരു കാര്യം MT പറഞ്ഞപ്പോൾ മാത്രമാണ് നമ്മൾ ഇപ്പൊ കേൾക്കുന്നത്. ഞങ്ങളാണെങ്കിൽ ഒരാൾ പറഞ്ഞാൽ കേൾക്കുമോ? അപ്പോൾ MT പറഞ്ഞത് പിണറായി വിജയൻ എന്നുള്ള ആ ഹിറ്റലറെ പറ്റി മാത്രമാണ്. വളരെ വ്യക്തമാണ്. ഒരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. മുഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ മഞ്ചേരിയിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ മുഹമ്മദ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എങ്ങനെ വിലയിരുത്തുന്നു ഈ വിമർശനത്തെ? നമസ്കാരം സാറേ. നമസ്കാരം. അപ്പൊ ബഹുമാന്യ MT സാറ് പറഞ്ഞത് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിനെയോ അല്ലെങ്കിൽ മന്ത്രിസഭയോ വിമർശിച്ചതല്ല പറഞ്ഞിട്ടുള്ളത്. സഖാവ് EM സംഗതം നമ്പൂരിപ്പാട് കുറെ മുമ്പ് പറഞ്ഞത് നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാം അനേക പേരും എന്ന സങ്കല്പത്തെ മറികടക്കണം. EMS വളരെയധികം പറഞ്ഞിട്ടുണ്ട്. ബാക്കി വേറെ കാര്യങ്ങളുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് എങ്ങനെ കാണാന്ന് പറഞ്ഞ ഇവരെ പുച്ഛം ആക്കല് നടക്കൂല. അതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. MT റഷ്യൻ ചിന്തകരുടെ വാക്കുകൾ ഉദ്ധരിച്ചാണ് പറയുന്നത്. ആൾക്കൂട്ടം ഒരു സമൂഹമായി മാറിയാൽ മാത്രമേ റഷ്യയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്ന് അവിടുത്തെ സൈദ്ധാന്തികരായ ആളുകൾ നേരത്തെ തന്നെ ഗോർക്കിയും ആന്റൺ ചെക്കോവും ഒക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ നാട്ടിലും സ്വാതന്ത്ര്യമാരുടെയും ഔദാര്യമില്ല എന്നൊരു പ്രഖ്യാപനം കൂടിയാണ് ആ എഴുത്തുകാരൻ മലയാളത്തിന് മുന്നിൽ വയ്ക്കുന്നത്. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും ചർച്ച ചെയ്തിരുന്നു. MTയുടെ വിമർശനം ആർക്കാണ് കൊണ്ടത് എന്ന ചോദ്യത്തിന്
93% ആളുകളും അത് പിണറായി വിജയന് നേരെയാണ് എന്നാണ് അവരുടെ അഭിപ്രായ സർവേയിൽ രേഖപ്പെടുത്തിയത്. അതേസമയം 7% ആളുകൾ അത് പിണറായി വിജയന് നേരെയല്ല എന്ന് വ്യക്തമാക്കുന്നു. അതിൽ ചിലർ കേന്ദ്ര സർക്കാരിനെതിരെയാണ് എന്ന നിലപാടും എടുത്തു പറയുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.